ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുളിക്കാൻ കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ ചോറ് വയ്ക്കാനുള്ളതും പയർ വേവിക്കാനും കുക്കറി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അത് മോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. മോൾ അവിടെ നിന്ന് റെഡി ആവുന്നുണ്ടോ സ്കൂളിൽ പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കി ചെറുപയറുണ്ടാക്കി മോൾക്ക് കഴിക്കാനും കൊടുത്ത് അവൾക്ക് പുട്ടും ചെറുപയറും തന്നെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതും കൊണ്ടുപോയി അതിന് ശേഷം ഞാൻ പഴവും പുട്ടും കൂടി കഴിച്ച് ചായയും കുടിച്ച ശേഷം എൻ്റെ വീട്ടിൽ അത്യാവശ്യം പണികളൊക്കെ പെട്ടെന്ന് തീർത്ത ശേഷം ബാങ്കിൽ പോകാൻ വേണ്ടി റെഡി ആവാം കേട്ടോ. റെഡിയായി നിന്നിട്ട് നോക്കുകയാണ് എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടെന്നൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം ഞാൻ എന്ത് ഡ്രസ്സാണ് വെയർ ചെയ്തേക്കണേന്നൊക്കെ. അതൊന്ന് കാണിച്ച ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ വാതിലൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങി താഴേലേക്ക് എത്തിയണവരെ മോൻ മിണ്ടിയില്ല. താഴെ എത്തി നമ്മളവിടെ എത്തിയപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഹെൽമെറ്റ് എടുക്കാൻ പറഞ്ഞു. ആൾ തിരികെ കയറിയിട്ടുണ്ട് കേട്ടോ മുകളിലേക്ക്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ പോയി പിന്നെ ഭക്ഷണം കഴിച്ചു. അതിനിടയ്ക്ക് ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ആ തിരക്ക് ഉണ്ടായിരുന്നു അവിടെ നല്ലപോലെ. അത് കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ പോയി. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ തിരികെ പോകുന്നു. കാരണം മോള് വരാൻ സമയമായിട്ടുണ്ട്. ഏകദേശം ആ സമയത്തോടെ എടുത്തായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും. വീട്ടിലെത്തി പിന്നെ രാത്രിത്തേക്കുള്ള കറി വയ്ക്കാനുള്ള മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ച് കറി വയ്ക്കാനുള്ളതും പൊരിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് മീൻ പൊരിക്കാനായിട്ട് രാവിലത്തെ ചെറുപയർ ഉണ്ടായത് ചൂടാക്കി വെച്ച് അത് കഴിഞ്ഞ് മീൻ കറി വയ്ക്കാനുള്ള ഉള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്ത് അതൊക്കെ ഒന്ന് ചതച്ചെടുത്ത ശേഷം അടുത്ത മീൻ കറി വയ്ക്കാൻ കയറി. അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം വഴറ്റിയ ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നമ്മൾ മുളക് കറി വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് നല്ലോണം ഒന്ന് വഴറ്റി നല്ല ഒന്ന് മൊരിഞ്ഞ് പച്ചമുളകൊക്കെ ഒന്ന് മാറിയൊക്കെ വന്ന ശേഷം നല്ല എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന ശേഷം നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിയും വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കിയെടുത്ത ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം തിളപ്പിച്ച ശേഷം മീൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ പെറുക്കി അങ്ങോട്ട് ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് വേവിക്കാനുള്ളൂ. 10-15 മിനിറ്റ് മാക്സിമം. അതിന് അത്രയും വേവിച്ച ശേഷം എടുത്തപ്പോഴേക്കും നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള മീൻ കറിയാട്ടോ. ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്നൊരു മീൻ കറിയാണ്, സ്ഥിരമായിട്ട് ഇത് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കറിയൊക്കെ ആയ ശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടേക്ക് ഇരുന്ന ശേഷമാണ് അപ്പോഴേക്കും അക്കു വന്ന് കുറച്ച് സംസാരിച്ചിരുന്നു. പിന്നെ അവനും ഞങ്ങളും കൂടി കഴിക്കാൻ വേണ്ടി ഇരുന്നായിരുന്നേ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പെട്ടെന്ന് എൻ്റെ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കിടക്കാനായിട്ട് കയറാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എൻ്റെ സ്കിൻ കെയറൊക്കെ അത്യാവശ്യം അവരിപ്പോൾ ക്രീമൊക്കെ തേക്കുന്നുണ്ട് രാത്രി. ഏജ് നമ്മളിതാവുമല്ലോ, അപ്പോൾ അതനുസരിച്ചുള്ള ക്രീമുകളൊക്കെ മുഖത്ത് തേച്ച് പിന്നെ അതേ കിടക്കാൻ വേണ്ടി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിടക്കാമായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.